നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ കോടതിയിൽ വാദപ്രതിവാദങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുവാണ്. അപ്പൊ അലോകിനെ വിസ്തരിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ ബാലൻ ഏർപ്പാടാക്കിയ വക്കീല്. അങ്ങനെ അലോകിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അലോക് എല്ലാം നിഷേധിക്കുകയോ ചെയ്യുന്നേ. ഞാൻ അനുശ്രയെ തട്ടിക്കൊണ്ട് പോയിട്ടില്ലെന്നാ പറയണേ. അവള് ഇറങ്ങി വന്നാന്ന് പറയണു. അങ്ങനെ അതിനെ പ്രേരിപ്പിച്ച് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അലോക് ഒന്നും മിണ്ടിയില്ല. പിന്നീട് അലോക് പറഞ്ഞു, അവള് പറഞ്ഞിട്ടാ ഞാൻ അവളെ വിളിച്ചിറക്കിയത്. അവൾക്ക് ഈ കല്യാണത്തിലൊട്ടും താല്പര്യമില്ല എന്നൊക്കെ അവള് പറഞ്ഞെന്ന് പറഞ്ഞു. അനുശ്രീ ഞെട്ടിപ്പോയി. ശരിക്കും അവന് കള്ളത്തരം തന്നെ പറയണേ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ആ സമയത്ത് കോമതിക്ക് ദേഷ്യമായി. കോമതിക്ക് എഴുന്നേറ്റ് എന്ന് വിളിച്ചു പറയണമെന്നുണ്ട്. ഇവൻ പറയുന്നതെല്ലാം കള്ളത്തരമെന്ന്. കോമതിയുടെ ദേഷ്യം അത് ബാലിന് മനസ്സിലായി. പെട്ടെന്ന് ബാലൻ കോമതിയുടെ കയ്യിലേക്ക് പിടിച്ചു. അതെ, ദൈവത്തെ ഓർത്ത് നീ ഒന്നും വിളിച്ചു പറയരുത് മുമ്പത്തെ പോലെ. അങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും മിക്കവാറും ജഡ്ജി. അത് മാത്രമല്ല, കോടതി അലക്ഷ്യത്തിന് നിനക്കത് ചിലപ്പോൾ നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഗോമതിക്കാണ് ടെൻഷനായി. ബാലേട്ടാ, അവൻ പറയുന്ന കേട്ടില്ലേ? അവൻ പറയുന്ന എല്ലാം കള്ളത്തരമല്ലേ? അതെ, അവന്റെ വക്കീൽ അവനോട് പറഞ്ഞിരിക്കുന്ന എല്ലാം നിഷേധിക്കാനായിരിക്കും. അതുകൊണ്ടായിരിക്കും. നീ പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അലോകിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് അലോകിന്റെ വക്കീല് കയറുന്നുണ്ട്. അലോകിന്റെ വക്കീല് കയറിയിട്ട് പറഞ്ഞു, അതെ, എന്റെ കക്ഷി ആരെയും തട്ടിക്കൊണ്ടു പോയിട്ടൊന്നുമില്ല. ഈ പറയുന്ന അനുശ്രീയെ തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ അവള് നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ എല്ലാവരോടും തുറന്നു പറയില്ലായിരുന്നോ? ഇത്രയും ദിവസം ആ വീട്ടിൽ കഴിഞ്ഞതിന് ശേഷമല്ലേ കാര്യങ്ങളൊക്കെ തുറന്നു വിടുന്നേ. അത് മാത്രമല്ല, ഈ പറയുന്ന അനുശ്രീ അലോകിനോടൊപ്പം ഇറങ്ങിപ്പോയി. അലോകിനോടൊപ്പം ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആരോടും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ പോലും ഒന്നും പറയാതെ അവൾ ഇറങ്ങിപ്പോയത്. അവൾക്ക് ഈ കല്യാണത്തിന് പോലും താല്പര്യമില്ലായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അതിൻ്റെ ഇടയ്ക്ക് കയറുന്നുണ്ട്. അപ്പോഴേക്കും ജഡ്ജി പറഞ്ഞു, നിങ്ങൾക്കിനുള്ള അവസരം തരാൻ ബാധിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സമയം അലോകിന്റെ വിസ്താരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നീട് ഇതിന്റെ ബാക്കി വാദം പ്രതിവാദം എല്ലാം ഉച്ച കഴിഞ്ഞാവട്ടെ എന്ന് കോടതി പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് കേൾക്കുന്നതായിരിക്കും. ഇനിയിപ്പം അനുശ്രീയുടെ ഭാവം കേൾക്കണമല്ലോ. അനുശ്രീക്ക് എന്താ പറയാനുള്ളത് കേൾക്കണമല്ലോ. അങ്ങനെ കോടതി ആ സമയത്ത് പിരിയുവാണ്. ഈ സമയത്ത് വല്ലാത്തൊരു സങ്കടമായിരുന്നു അനുശ്രീയുടെ മുഖത്ത്. അവന് എത്ര ലാഘവമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. തന്നെ കൊണ്ടുപോയതും പോലെ തൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് അങ്ങനെ അനുസരിക്ക് ആ പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. കോടതിക്ക് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്യുതൻ ബാലിൻ്റെ അടുത്തേക്കുന്നു. എന്നിട്ട് പറഞ്ഞു, എടാ ബാല, എൻ്റെ മോനെ നീ ഞാൻ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് പോകും. നീ നോക്കിക്കോ. അവൻ ഉറപ്പായിട്ടും ജാമ്യം കിട്ടൂടാ. അവൻ നിരപരാധിയാന്നുള്ള കാര്യം രവിവർമ്മ വക്കീല് തെളിയിക്കും. നിനക്ക് അയാളെക്കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ. അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, അതൊരിക്കലും സംഭവിക്കില്ല. എൻ്റെ മോളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഞങ്ങൾ ജയിക്കുള്ളടാ. അല്ലാതെ നിന്റെ മോൻ്റെ കള്ളത്തരം ചതിയൊന്നും അത് ഈ കോടതി നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛനും പറഞ്ഞു, നമുക്ക് കാണാം. നിന്റെ മോളായിരിക്കും ഇനി അകത്തേക്ക് പോകാൻ പോകുന്നത്. എൻ്റെ മോനെ പോലെ പാവപ്പെട്ട ഒരുത്തനെ ഇതുപോലെ കുറച്ച് ദിവസം ജയിലിലാക്കിയതിൻ്റെ പേരിൽ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും കിടന്ന് വെല്ലുവിളികൾ നടത്തുമ്പോഴത്തേനും ബാലൻ പറഞ്ഞു, എങ്കിലും ഒരു കാര്യം ചെയ്യ. നീ എന്തിനാടാ ഇങ്ങനെ നടക്കുന്നേ? നീ ഒരാളെ വാദിക്കാനായിട്ട് ഏർപ്പാടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലോ. ഇപ്പൊ എന്നോട് വാദിക്കുന്ന പോലെ നിനക്ക് കോടതി കയറി വാദിച്ചാൽ മതിയായിരുന്നല്ലോ. ആ വക്കീലിന്റെ കുപ്പായം മേടിച്ചിട്ട് കയറിയും കൂടി ചെല്ലാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്ഛനും പറഞ്ഞു, എൻ്റെ മോന് വേണ്ടിയിട്ട് വേണ്ടി പറഞ്ഞാൽ ഞാൻ അതിലടാ അതിലപ്പുറവും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി കഴിഞ്ഞപ്പോൾ ഒടുവിൽ ബാലിന് ദേഷ്യം വന്നു. ബാലിന് അച്ഛനെ അടിക്കാനായിട്ട് പോകുമ്പോഴത്തേനും കോമതി എല്ലാം കയറി തടയുവാണ്. ആ സമയം അച്ഛൻ പറഞ്ഞു, ചുണയേണ്ട വാടാ ബാല, നമുക്ക് കാണാം. ഉച്ച കഴിഞ്ഞ് എന്താണെങ്കിലും ബാക്കി ഭാഗം കാണുമല്ലോ. നീ നിന്റെ മോളെ ഒന്ന് സൂക്ഷിച്ചു വെച്ചോ. കണ്ടോ, നിന്റെ മോളെ നിനക്ക് കൈവിട്ട് പോകാൻ പോവാടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുവാണ്. അപ്പോഴേക്കും അനന്തം പറഞ്ഞു, ദേശിത, വെറുതെ ഒരു കോടതി വളപ്പ് വെച്ചൊരു സീൻ ഉണ്ടാക്കണ്ട, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ സമയത്ത് അലോകിനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പോലീസ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലോക് അനുസരുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേനും ആരും പെട്ടെന്ന് അലോകിനെ അങ്ങ് കയറി തടയുവാണ്. ഈ സമയത്ത് ബാലൻ ആരിനെ വിളിച്ചു, വേണ്ട തടയണ്ടെന്ന് പറഞ്ഞു. അനുസരുടെ അടുത്തേക്ക് എന്നിട്ട് അലോക് പറഞ്ഞു, സോറി കേട്ടോ, ഞാൻ ചെയ്തതിനെല്ലാം സോറി എന്ന് പറഞ്ഞിട്ട് അലോക് അങ്ങോട്ട് പോയി. ആ സമയത്ത് അനുസരിങ്ങനെ അന്താളിപ്പോട് കൂടി അലോകനെ നോക്കണം. കുറച്ചു മുമ്പ് വരെ അവൻ കോടതിയിൽ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ. പക്ഷെ ഇപ്പൊ അവന് ട്രാക്ക് മാറ്റിയിരിക്കുന്നു. ഈ സമയത്ത് ബാലൻ അനുസരിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും അനുസരി ഇങ്ങനെ വല്ലാതെയായിപ്പോയി. ആ സമയത്ത് ഗോമതി വന്നിട്ട് പറഞ്ഞു, മോളെ, ഇത് അവന്റെ അടുത്ത നയവാണ്. അവള് കണ്ടോ? അല്ല, അവൻ കണ്ടോ? നീ കോടതിയിലൊന്നും വിളിച്ചു പറയാതിരിക്കാൻ വേണ്ട. ബാലൻ പറഞ്ഞു, അതെ, അവൻ ഇതല്ല ഇതിലപ്പുറവും കളികൾ നടത്തും. നിന്റെ മനസ്സ് അവനറിയാം. നീ എന്തൊക്കെയാ പറയാൻ പോണേന്ന് പറയാം. ഒരു പക്ഷെ അവൻ നിന്നോട് സോറി പറയുവാണെങ്കിൽ നീ കോടതിയിലൊന്നും വിളിച്ചു പറയില്ല എന്ന് കരുതിയിട്ടായിരിക്കും.
നീ വിഷമിക്കൊന്നും വേണ്ട മോളെ, പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയണം, അവൻ ചെയ്ത ക്രൂരതകളൊക്കെ വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് മീനാക്ഷിക്കും അതുപോലെ മിത്രയ്ക്കും ഒക്കെ നല്ല ടെൻഷനാ, എന്താ ഏതായെന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ഒടുവിൽ ഗോമതിയെ വിളിക്കുകയാണ് എന്തായ കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഗോമതി കാര്യങ്ങളൊക്കെ പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അതെ അമ്മ വെറുതെ ഇടയ്ക്ക് കയറി ഒന്നും പറയണ്ട കേട്ടോ, അമ്മയോട് പോവണ്ടെന്ന് പറഞ്ഞല്ലേ, അമ്മ വാശി പിടിച്ചോണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മീനാക്ഷി വഴക്ക് പറഞ്ഞു. അത് കോടതിയാന്നുള്ള കാര്യം ഓർമ്മ വേണമെന്ന് പറഞ്ഞു. ആ സമയം ഗോമതി പറഞ്ഞു, എന്ത് ചെയ്യാനാ മോളെ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ദേഷ്യമായി, പിന്നെ അവൻ കോടതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് സഹിച്ചില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് കോടതി കൂടുമ്പോൾ അനുസരിയെ വിസ്തരിക്കാൻ പോകുന്ന ആ വക്കീൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്ത് ഭയമുണ്ട്. അപ്പോഴേക്കും മിത്ര ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് പറഞ്ഞു, ദേ അപ്പച്ചി, അപ്പച്ചി വെറുതെ ഓരോന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട, ദേ അനുസരിക്ക് ധൈര്യം കൊടുക്കണ്ടേ, നമ്മളെല്ലാവരും അല്ലേ. അപ്പച്ചിയുടെ ടെൻഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ അനുവിനും ടെൻഷൻ ആവില്ലേ, അനുവിനെ വിസ്തരിക്കേണ്ട സമയത്ത് പിന്നെ അനുവിനും ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അപ്പച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ബാലനും ഗോമതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഗോമതി ഒരു കാര്യം ഞാൻ പറയാം, നീ ഇവിടെ നിൽക്കണം എന്ന് എനിക്കൊരു താല്പര്യമില്ല, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പം പിന്നെ ഞാൻ ഇത്ര സമയം നിന്നോട് ഇത് പറയാതിരുന്ന കോടതിയാന്നുള്ള ബോധം പോലും ഇല്ല നിനക്ക്, ഇതും കൊണ്ടൊക്കെ നിന്നോട് ഞാൻ ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറഞ്ഞ്. അത് പിന്നെ ബാലേട്ട അവൻ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതങ്ങനെയാ. ആര്യം പറഞ്ഞു, അമ്മേ വാദപ്രതിവാദങ്ങളൊക്കെ ആകുമ്പോഴും ഇങ്ങനെയൊക്കെ നടക്കും. അല്ല ബാലേട്ട, ഇനിയിപ്പം ഉച്ച കഴിയുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കണമെന്ന് അറിയത്തില്ലോ. നമ്മുടെ മോളെ അയാൾ എന്തൊക്കെയാ നമ്മുടെ മോളോട് ചോദ്യങ്ങൾ ചോദിക്കും, നമ്മുടെ മോൾക്ക് വിഷമാവില്ലേ, അതിനുള്ള ധൈര്യങ്ങൾ അവൾക്കുണ്ട് അല്ലേ മോളെ. ഞാൻ പറഞ്ഞ സത്യമല്ലേന്ന് ചോദിച്ചു. സത്യം വെച്ചാ എന്താണെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, തളർന്നു പോവരുത്, കാരണം സത്യമായിട്ട് തന്നെ കോടതിയിൽ അറിയിക്കണം. എന്താണെങ്കിലും സത്യത്തിന് വിലയുണ്ടോ ഇല്ലയോ നമുക്കറിയാലോ. മോൾക്ക് വേണ്ടി മാത്രമല്ല, ഇതുപോലെയുള്ള അനേകം പെൺകുട്ടികളുണ്ട്, അവർക്കെല്ലാം കൂടെ വേണ്ടിയിട്ടാണ് മോള് ആ ഒരു കാര്യം മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി. പിന്നെ വേറെ ആളുടെ മനസ്സെക്കുറിച്ചോ അവരെക്കുറിച്ചോ ഒന്നും ചിന്തിക്ക് പോലും വേണ്ട, ഈ ആലോകനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ടെന്നാണ് ബാലൻ പറഞ്ഞതിന് അർത്ഥം. ഇതേ സമയത്ത് രാജശ്രീ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. രാജശ്രീ അടുത്തേക്ക് ഇന്ദിരാമ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാജശ്രീ പറഞ്ഞു, അമ്മേ എനിക്ക് നല്ല ഭയമുണ്ട്, അലോകിനെന്ന് ജാമ്യം കിട്ടുമല്ലോ എന്ന് അറിയത്തില്ല. ഇന്ദിരാമ പറഞ്ഞു, നീ വിഷമിക്കായിരിക്കും രാജശ്രീ, പോയിട്ടുണ്ടല്ലോ അച്യുതനും അനന്തനും ഒക്കെ, അത് മാത്രമല്ല രവിവർമ്മ വക്കീലിനെ കൊണ്ടല്ലേ പോയിരിക്കുന്നേ, അവന് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞു. എൻ്റെ മോൻ ഇന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അവനെ എങ്ങാനും കോടതി ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ രാജശ്രീ ആരാന്ന് അറിയാൻ പോകുന്നുള്ളൂ. ഞാൻ ഒന്നിനും വെറുതെ വിടില്ല ദേവമംഗലത്തെ, എല്ലാത്തിനും ഞാൻ ശരിയാക്കും. എൻ്റെ മോനൊരു പോറൽ പോലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജശ്രീ ഭ്രാന്തിളകി പോലെ പറയണം. അത് കേട്ടുകൊണ്ട് വന്ന് നന്ദിത പറഞ്ഞു, വെറുതെ ഇവിടെ നിന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ പോയിട്ടുണ്ടല്ലോ, ഉച്ച കഴിഞ്ഞ് എന്താണെങ്കിലും ബാക്കി വിസ്താരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആ ലോകിനെ കൊണ്ട് അവർ വരത്തുള്ളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ഉച്ച കഴിഞ്ഞ് വീണ്ടും വാദപ്രതിവാദങ്ങൾ തുടങ്ങുവാണ്. അനുസരിച്ച് തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കോടതിയെ ബോധിപ്പിച്ചു. പിന്നീട് രവിവർമ്മ വക്കീൽ അനുസരിയെ വിസ്തരിക്കാൻ തുടങ്ങുകയാണ്. അനുസരിക്ക് ആദ്യം ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അനുസരിക്ക് വേണമെന്ന് ധൈര്യമൊക്കെ കൊടുത്തിട്ടാണ് ബാലൻ അങ്ങോട്ട് കയറ്റിവിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അനുസരി തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണെങ്കിലും രവിവർമ്മ വക്കീൽ ഈ കേസ് തോറ്റു പോകുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അനുസരിക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.